BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കർമ്മമേഖലയിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചയാളാണ് അനീഷ് ജോർജ്. തികഞ്ഞ ഏകീകരണത്തോടെയാണ് ഇലക്ഷൻ സംവിധാനം പ്രവർത്തിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അശ്വിൻ ഡിയാഗോ ചേരുന്നു. അശ്വിൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന SIR, മറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾ, ഇതെല്ലാം ചേർന്ന് ഉണ്ടായ ജോലി സമ്മർദ്ദം, അതിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്താണ്? റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പത്രക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ നിലവിലെ ആരോപണങ്ങൾ തെറ്റാണ് എന്നുള്ളതാണ്. കാരണം യാതൊരു വിധത്തിലുമില്ല ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് തികഞ്ഞ ഏകീകരണത്തിലൂടെയാണ് ഇലക്ഷൻ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്, ഒരു ഉദ്യോഗസ്ഥനും പ്രയാസം നേരിടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ടെന്നും ആണ് അദ്ദേഹം പുറത്തിറക്കിയിട്ടുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല കർമ്മമേഖലയിൽ ആത്മാർത്ഥതയോടെ പണിയെടുത്തിരുന്ന ആളാണ് അനീഷ് ജോർജ് എന്നുള്ളതാണ്. അനീഷിന്റെ ഈ ഒരു തീരുമാനത്തിൽ, അതായത് ഈ ഒരു മരണത്തിൽ, ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നുമാണ് നിലവിലിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കമ്മീഷന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് BLOമാർ. അതുകൊണ്ട് തന്നെയും അവർക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു തരത്തിലും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ വേണം ഈ സംവിധാനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതിനുള്ള കൃത്യമായ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തായാലും ഈ ഉദ്യോഗസ്ഥർ നാളെ മുതൽ എന്തായാലും ഈ ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ബദൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനോ എന്തായിരിക്കും മുന്നോട്ടുള്ള നടപടി എന്നെ കുറിച്ചോ ഈ ഒരു ഇതിൽ പറയുന്നുമില്ല. എന്തായാലും ദുഃഖകരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം. ഓക്കെ അശ്വിൻ.